ഹായ് ഹലോ, വെൽക്കം ടു G2 മീഡിയ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഒരു റെക്കോർഡ് നമ്മളുടെ തുടരും സിനിമ സ്വന്തമാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. എന്തായാലും ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ സിനിമകളുടെ ഒരു 15 സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മമ്മൂക്ക ആദ്യ 10-ൽ ഇല്ല എന്നുള്ളത് വലിയൊരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എങ്കിൽ തന്നെയും അവസാനത്തെ 14-15 സ്ഥാനങ്ങളിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. ആദ്യ 10 ലിസ്റ്റിൽ നോക്കുമ്പോൾ മമ്മൂക്കയില്ല. പിന്നെ ലാലേട്ടൻ്റെ കാലമാണല്ലോ. ലാലേട്ടൻ 2025 അങ്ങോട്ട് തൂക്കിയപ്പോൾ സകലമാന റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലാലേട്ടനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു സിനിമ നിൽപ്പുണ്ട്. എമ്പുരാൻ സിനിമ പോലെ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ നേടിയിട്ട് പോലും ആ സിനിമയ്ക്ക് പോലും തൊടാൻ പറ്റാതെ മലയാള സിനിമയിൽ ഇപ്പോഴും ഒരു സിനിമ നിലനിൽക്കുന്നു. ഇപ്പോൾ തുടരും സിനിമ ഇതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കുതിപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അടുപ്പിച്ച് 2 സിനിമകളാണ് ലാലേട്ടൻ്റെ വന്ന് അങ്ങോട്ട് കൊളുത്തി കയറി. നമുക്കറിയാം 100 കോടിയും കഴിഞ്ഞ് 200 കോടിയും കഴിഞ്ഞ് എമ്പുരാൻ തീർത്ത റെക്കോർഡെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് വലിയൊരു പ്രൊമോഷണൽ, അതായത് വലിയൊരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വലിയൊരു ക്യാൻവാസിൽ വന്ന സിനിമ എന്ന ഖ്യാതി കൊണ്ടാണ് അതിന് അത്രയധികം കളക്ഷൻ വന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ഒരു ഫുൾ പോസിറ്റീവ് അഭിപ്രായമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ കളക്ഷൻ റേഞ്ച് ഇതൊന്നും അല്ല, ഇതൊക്കെ മേലെ എത്രയോ മുകളിലേക്ക് പോകേണ്ടതായിരുന്നു. എന്തായാലും ബിസിനസ് അടക്കം 325 കോടിയും തിയേറ്റർ കളക്ഷനായിട്ട് 267 കോടി രൂപയും നേടിയ എമ്പുരാൻ സിനിമയാണ് ഇപ്പം കേരള ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് നിൽക്കുന്നത്. പക്ഷേ തുടരും സിനിമ നേരെ തിരിച്ച് വലിയ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ചെറിയൊരു സിനിമ വന്നിട്ട് കയറി കൊളുത്തി. ഇപ്പം എന്താ നാളത്തെ കളക്ഷനോടുകൂടി തന്നെ 200 കോടി, നാളെ സൺഡേ ആണ്, നാളത്തെ കളക്ഷനോടുകൂടി 200 കോടിയും കടന്ന് മുന്നോട്ട് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ടൈമിലാണ് ബുക്ക് മൈ ഷോയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയതിൻ്റെ ഒരു കണക്കുകൾ പുറത്തു വിട്ടിരിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയും പറയാം, എമ്പുരാൻ സിനിമ എന്ന് പറയുന്ന വലിയൊരു ക്യാൻവാസിൽ വലിയൊരു പബ്ലിസിറ്റിയിൽ വന്ന സിനിമയ്ക്ക് ടിക്കറ്റ് വിറ്റുപോയതിനേക്കാൾ കൂടുതൽ ടിക്കറ്റ് ഇപ്പോൾ തുടരും സിനിമ വിറ്റുപോയിരിക്കുകയാണ്. തുടരും സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ അതിനകത്ത് തുടരും സിനിമയ്ക്ക് ഇപ്പം നിലവിലെത്താൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത്രയും വലിയൊരു കളക്ഷനും കാര്യങ്ങളും ഒക്കെ വന്ന സിനിമയ്ക്ക് പോലും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് വരാം. മഞ്ഞുമ്മൽ ബോയ്സിന് ബുക്ക് മൈ ഷോയിലൂടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ടിക്കറ്റ് വിറ്റുപോയത് 43,20,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, ലാലേട്ടൻ്റെ അത്രയും വലിയൊരു കുട്ടി കോഷിച്ച് വന്ന സിനിമ അല്ലെങ്കിൽ വലിയ സിനിമകളൊക്കെ വന്നിട്ട് പോലും മഞ്ഞുമ്മൽ ബോയ്സിനെ ഒന്ന് തൊടാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2ാം സ്ഥാനത്ത് ഇപ്പം 38 ലക്ഷം, അതായത് 5-5.5 ലക്ഷത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ 1ാം സ്ഥാനത്തേക്ക് എത്താൻ. എമ്പുരാൻ സിനിമയെ തകർത്തെറിഞ്ഞുകൊണ്ട് തുടരും സിനിമ ഇന്നത്തെ ബുക്കിംഗ് നിലവാരവും നാളത്തെ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 38 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ തുടരും സിനിമയുടേതായിട്ട് വിറ്റുപോയിരിക്കുന്നത്. ഒരു 5-5.5 ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകണം. സംശയമാണ്, ചിലപ്പം അത് നടന്നേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, 1ാം സ്ഥാനത്ത് എത്തുകയോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. എന്തായാലും 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് എമ്പുരാൻ സിനിമയാണ്. 37,80,000 ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത്. ആവേശമാവട്ടെ 30,02,000 ടിക്കറ്റും. 5ാം സ്ഥാനത്ത് ആടുജീവിതം സിനിമയാണ്. 29,92,000 ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത്. പ്രേമലു സിനിമയാണ് 6ാം സ്ഥാനത്ത്. 24,40,000 ടിക്കറ്റാണ്. അജയൻ്റെ 2ാം മോഷണം 19 ലക്ഷം ടിക്കറ്റും. മാർക്കോ സിനിമ 18,10,000 ടിക്കറ്റും. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ 17 ലക്ഷം ടിക്കറ്റുമാണ് വിറ്റുപോയിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് ആദ്യ 10 ലിസ്റ്റിൽ വീണ്ടും ഒരു ലാലേട്ടൻ സിനിമ വന്നിരിക്കുന്നു. നേര് സിനിമ 16 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത്. അപ്പോൾ ആദ്യ 10 ലിസ്റ്റ് നോക്കുമ്പം 3 സിനിമകൾ ലാലേട്ടൻ്റേതായിട്ടുള്ള കയ്യൊപ്പിൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 സിനിമകൾ പൃഥ്വിരാജിനും ഉണ്ട്.
പൃഥ്വിരാജിൻ്റെ 3 സിനിമ പറയാൻ പറ്റും. കാരണം എമ്പുരാൻ സിനിമയും ആടുജീവിതം സിനിമയും ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയും, അങ്ങനെ 3 സിനിമ പൃഥ്വിരാജിനും 3 സിനിമ ലാലേട്ടനും. കട്ടയ്ക്ക് കട്ട മത്സരമാണല്ലേ. എങ്കിൽ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു തട്ട് അല്പം പൊങ്ങി തന്നെ നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ആദ്യ 10-ൽ 3 സിനിമകൾ ഇവർക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുണ്ട്. നേര് സിനിമയാണ് 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പറഞ്ഞതുപോലെ മമ്മൂക്കയ്ക്ക് ഒരു സിനിമ ഇല്ല എന്നുള്ളത് വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു സിനിമ കത്തിക്കേറി വന്ന് ആദ്യ 10-ലെങ്കിലും ഇടം പിടിക്കുന്ന ഒരു സിനിമ മമ്മൂക്കയ്ക്ക് ഉണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. എത്തട്ടെ. നമ്മളുടെ മെഗാസ്റ്റാറിൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ നമുക്ക് ഇനിയും കാണേണ്ടതായിട്ടുണ്ട്. ഉടനെ ഏതെങ്കിലും ഒരു സിനിമയിലൂടെ ആ ബോക്സ് ഓഫീസ് പവർ ഞങ്ങൾ കാട്ടിത്തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 11ാം സ്ഥാനത്ത് കിഷ്കിന്ധാകാന്ഡം സിനിമയാണ്. ആസിഫ് അലി സിനിമയ്ക്ക് പോലും 11ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. 14,40,000 ടിക്കറ്റാണ് കിഷ്കിന്ധാകാന്ഡത്തിന് പോയത്. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയ്ക്ക് 14,30,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ടർബോ സിനിമ 13ാമത്തെ സ്ഥാനത്ത് ഉള്ളത് 10 ലക്ഷം ടിക്കറ്റാണ് വിറ്റുപോയത്. ടർബോ സിനിമയാണ് 15 ലിസ്റ്റ് നോക്കുമ്പോൾ 13ാം സ്ഥാനത്ത് മാത്രമാണ് ടർബോ സിനിമയ്ക്ക് ഇടം പിടിക്കാൻ സാധിച്ചത്. അതായത് 10 ലക്ഷം ടിക്കറ്റ്. സൂക്ഷ്മദർശിനി 9,40,000 ടിക്കറ്റും ഭ്രമയുഗം സിനിമയ്ക്ക് 9,07,000 ടിക്കറ്റുമാണ് വിറ്റുപോയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 15 നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഭ്രമയുഗവും ടർബോ സിനിമയും 15-ൽ 2 സിനിമകൾ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും തന്നെ ഇങ്ങനെയാണ് ബുക്ക് മൈ ഷോയുടെ ഒരു ലിസ്റ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സിനെ തകർക്കാൻ ലാലേട്ടൻ്റെ സ്റ്റാർഡത്തിന്, ആ താരരാജാവിന് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടരും സിനിമയ്ക്ക് ആ റെക്കോർഡ് തകർക്കാൻ കഴിയുമോ? എമ്പുരാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല, പിന്നാണോ തുടരും സിനിമയ്ക്ക്? നമുക്ക് കാത്തിരിക്കാം അല്ലേ. ചിലപ്പം കടന്നേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വിഷമകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ആദ്യ 10-ൽ ഒരു സിനിമ പോലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും